കാതടപ്പിക്കുന്ന അനൗൺസ്മെൻറ്റും സ്ഥാനാർത്ഥിയുടെ ബഹുവർണ്ണ ചിത്രങ്ങൾ നിറയുന്ന ഫ്ലെക്സ് ബോർഡുകളും പ്രചരണ കോലാഹലങ്ങളുമില്ലാതെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ജനപ്രതിനിധിയാണ് രാജൻ മുണ്ടമറ്റം. മുത്തോലി പഞ്ചായത്തിൽ കഴിഞ്ഞ 23 വർഷം പഞ്ചായത്ത് അംഗമായി പ്രവർത്തിക്കുന്ന രാജൻ മുണ്ടമറ്റം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നേടിയ ജനകീയ അംഗീകാരമാണ് തെരഞ്ഞെടുപ്പിൽ നേടുന്ന മികച്ച വിജയം. ഇത്തവണ മുത്തോലി പഞ്ചായത്തിലെ 5-ാം വാർഡിൽ ജനവിധി തേടിയപ്പോൾ 257 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാജൻ മുണ്ടമറ്റത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ 2 എതിർ സ്ഥാനാർത്ഥികൾക്കും കൂടി നേടാൻ കഴിഞ്ഞത് 201 വോട്ടുകൾ മാത്രമാണ് എന്നതും ശ്രദ്ധേയമാണ്. ആകെ പോൾ ചെയ്ത 555 വോട്ടിൽ 361 വോട്ടും രാജൻ മുണ്ടമറ്റത്തിന് ലഭിച്ചു. തൻ്റെ സ്ഥാനാർത്ഥിത്വം വോട്ടർമാരെ അറിയിക്കാൻ ഒരു തവണ പ്രസ്താവനയുമായി പോകുക മാത്രമാണ് മുണ്ടമറ്റം ചെയ്തത്. ബാക്കിയെല്ലാം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ഇദ്ദേഹം. മുത്തോലി ഗ്രാമപഞ്ചായത്ത് പുലിയന്നൂർ 5-ാം വാർഡ് എൻ്റെ സ്വന്തം വാർഡാണ്. ഈ വാർഡിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ സേവനങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായിട്ട് ഓരോ ആളുകൾക്കും എന്നെ അറിയാം. അപ്പോൾ എനിക്ക് അതൊരു പരസ്യത്തിലൂടെ ആളുകളെ അറിയിക്കേണ്ടതായ ഒരു സാഹചര്യമില്ല. ആളുകളെ നേരിട്ട് ഒന്ന് കണ്ട് ഞാൻ മത്സരിക്കുന്നുണ്ട്, എൻ്റെ ചിഹ്നം 2-ലെയാണ് എന്ന് പറയുവാൻ വേണ്ടി ഒരു തവണ വീടുകൾ മുഴുവൻ ഞാൻ കയറി ഇറങ്ങി തന്നെയാണ് അത് കയറി ഇറങ്ങിയതും. അതല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു പ്രചരണങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണമോ അങ്ങനെ യാതൊരു പ്രചരണ ഉപാധികളും ഇല്ലാതെയാണ് ഞാൻ ഈ വർഷം ഈ തെരഞ്ഞെടുപ്പ് പരിപാടികൾ കൊണ്ടുപോയത്. തീർച്ചയായിട്ടും അത് ജനം ഏറ്റെടുത്തതിലൂടെ എനിക്ക് ഏതാണ്ട് പോൾ ചെയ്ത വോട്ടിൽ 65% വോട്ട് എനിക്ക് ലഭിക്കുകയുണ്ടായി. എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് 2 പേർ UDF-ൻ്റെ ഉണ്ടായിരുന്നു, NDA-യുടെ ഉണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് എനിക്ക് ഭൂരിപക്ഷമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വാർഡിലുള്ള ജനങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും അതുപോലെ തന്നെ കരുതലും തീർച്ചയായിട്ടും എനിക്കത് വിലയേറിയ സംവിധാനാവകാശമായി മാറി. തീർച്ചയായിട്ടും അവരോടുള്ള ആത്മാർത്ഥമായ നന്ദിയും കൂടെ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ദിവസവും രാവിലെ ഒരു 11 മണി മുതൽ ഒരു 3 മണി വരെ സാധാരണഗതിയിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് പുറത്തു പോകുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. അത് ഏത് വാർഡിൽ നിന്ന് വന്നാലും ഞാനത് എൻ്റെ അടുത്ത് സമീപിക്കുന്ന ആളുകളുടെ മുഴുവൻ കാര്യങ്ങളിലും പരമാവധി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവർക്ക് ചെയ്യാവുന്ന ഉപകാരങ്ങളാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുതന്നെയാണ് എനിക്ക് കഴിഞ്ഞ 5 വർഷക്കാലവും ഞാൻ വിവിധ വാർഡുകളിൽ 5 തവണക്കാലം ഞാൻ വിവിധ വാർഡുകളിലെയാണ് പ്രതികരിച്ച് ആ വിവിധ വാർഡുകളിൽ എനിക്ക് ഓരോ തവണകളിലും എനിക്ക് മികച്ച ഭൂരിപക്ഷം നൽകിയാണ് എല്ലാ വാർഡിൽ നിന്നും എനിക്ക് വിജയിക്കാൻ സാധിച്ചത്. രാജൻ മുണ്ടമറ്റം സ്ഥാനാർത്ഥിയായി എത്തിയാൽ പിന്നെ വോട്ടർമാർക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന മെമ്പർ എന്നതാണ് രാജൻ മുണ്ടമറ്റത്തിൻ്റെ സവിശേഷത. പാർട്ടിയല്ല അദ്ദേഹം നിൽക്കുന്നത്, ഒരു പാർട്ടിയോ അല്ലെ ഒരു BJPയോ അല്ലെ കോൺഗ്രസോ അങ്ങനെയല്ല. ആര് എപ്പോൾ ചെന്നാലും ഒരു കാര്യം ചോദിച്ചാൽ അല്ലെങ്കിൽ കാര്യം പറഞ്ഞാൽ എടാവേ കൊച്ചേ നമ്മളത് ചെയ്തു തരാം നോക്കട്ടെ അതെന്താ കാര്യങ്ങൾ, ആ ഒരു രീതിക്ക് പുള്ളി നിൽക്കുന്നതും അതുപോലെ ചെയ്തു കൊടുക്കാനും അർഹതയുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുത്തിരിക്കും. അതാണ് പുള്ളിയുടെ വ്യക്തിബന്ധം. ഒരു നമ്മൾ ഉടായിപ്പ് അങ്ങനെയൊന്നുമല്ല. ഒരു കാര്യത്തിന് ചില അന്വേഷിച്ചോ കാര്യങ്ങൾ പറഞ്ഞോ ഇതിന് അദ്ദേഹം അതാണ്. അത് ഏത് വാർഡിൽ പോയി നിൽക്കുന്നതല്ല, കൂടത്തിൽ നിൽക്കുക അതാണ് നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ. അത് തന്നെയാണ് പുള്ളി. ഒരു തവണ പ്രസിഡന്റ്, 2 തവണ വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള രാജൻ മുണ്ടമറ്റം കേരള കോൺഗ്രസ് എം പ്രതിനിധിയായാണ് മത്സരിച്ച് വിജയിച്ചത്. ഇത്തവണ പഞ്ചായത്ത് ഭരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ LDF-ന് തിരിച്ചുപിടിക്കാനും കഴിഞ്ഞു. കാഴ്ചയിൽ അല്പം പൊക്കം കുറവാണെങ്കിലും പ്രവർത്തനങ്ങളിൽ മറ്റാരേക്കാളും അല്പം കൂടുതൽ ഉയരമുള്ള രാജൻ മുണ്ടമറ്റത്തിന് ലഭിക്കുന്ന അംഗീകാരവും പിന്തുണയുമാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ.